ഈ പറഞ്ഞിരിക്കുന്ന ഈ ഗുണാതീതന്റെ ലക്ഷണമാണത്. അയാൾ ഈ ഉദാസീന ആസീനോ ഗുണയോ നഞ്ചാലതേ, ഒരു ഗുണങ്ങളും അയാളെ ബാധിക്കാനില്ല. അയാളെ ഇതിൽ നിന്നെല്ലാം അതീതനായിട്ട് കൊണ്ട് ഒരു ഗുണങ്ങളും അയാളെ ചലിപ്പിക്കപ്പെടില്ല. അയാൾ ഒരു മാറ്റങ്ങളും സൃഷ്ടിക്കാൻ പോകില്ല. അയാൾ ചലിപ്പിക്കപ്പെടുകയില്ല. അദ്ദേഹം ഇവിടെ ഈ മായാകാര്യങ്ങളെല്ലാം അയാൾ മനസ്സിലാക്കി. 3 ഗുണങ്ങളും അയാൾ പൂർണ്ണമായിട്ടും ഇത് ശാസ്ത്രമല്ല, ഇതല്ല, ഇത് വെറും ഇത് പ്രകൃതിയിലെ ഇതാണ്, മായയാണെന്ന് മാത്രം കരുതിയിട്ട് അയാൾ വിവേകപൂർവത്തിൽ അയാൾ ആത്മാനുഭാവത്തിൽ ചെന്ന് എത്തിക്കുകയും അനുഭാവത്തിൽ അതിൽ ലയിക്കും. അതിൽ ചെന്ന് അയാൾ ചലിക്കുകയില്ല, മാറ്റമില്ല. അതാണ് അവനിഷ്ഠതി നേകതേ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതിനുള്ളൊരു മറുപടിയാണ് പറയുന്നത്. വീണ്ടും ഭഗവാൻ ഗുണാദിന്റെ നടപടികൾ എങ്ങനെയാണ് അയാൾ നടക്കുന്നത്, ബാഹ്യ നടപടികൾ അയാൾ എങ്ങനെയാണ് ഗുണാദിത ഇങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. സമദുഃഖ 2 ശ്ലോകങ്ങളായിട്ട് പറയുന്നത്. സമദുഃഖ സുഖസ്വസ്ഥ സമരോഷ്ടാത്മകാഞ്ജന തുല്യപ്രിയ പ്രിയോ തുല്യനിന്ദ് ആത്മനിന്ദ്യ ആത്മസംസ്തുതി. ഈ അതായത് സമദുഃഖം ദുഃഖസാങ്ങൾ ഇത് ഭഗവാൻ 12-ാം അധ്യായത്തില് സമദുഃഖേ സമയകൃത്വം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതില് 12-ാം അധ്യായത്തില് ഭഗവാൻ ഈ ഭക്തന്റെ ലക്ഷണം പറയുമ്പോഴേ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഭക്തന്റെ ആ ലക്ഷണം തന്നെയാണ് ഇത്. ഇത് രണ്ടും തമ്മിൽ ഗുണാതീതനും ഭക്തനും ജ്ഞാനിയും എല്ലാം ഒന്ന് തന്നെയാണ്. ഇത് രണ്ടിന്റെ ലക്ഷണങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. ഭക്തന്റെ ലക്ഷണം പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് അതിനകത്ത് ഇത് വിരിച്ചിട്ടുണ്ട്. സമദുഃഖ സുഖം, ദുഃഖത്തിനും സുഖത്തിനും സമഭാവനയോടുകൂടി കാണുക. സുഖത്തിലും മനസ്സിന്റെ ദുഃഖം വന്നാലും സുഖം വന്നാലും മനസ്സിന്റെ സമനില കൈവിടില്ല. രണ്ടും ഒരുപോലെ തന്നെ ഈ കാണും. അത് ഭക്തന്റെ ലക്ഷണം അത് തന്നെയാണ്. സ്വസ്ഥനായിരിക്കും. സ്വസ്ഥ എന്ന് പറഞ്ഞാൽ സ്വസ്ഥാനം എന്നാണ്. സ്വസ്ഥനായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ആ സ്വത്തിന്റെ സ്ഥാനത്തിരിക്കുകയാണ്. സ്വത്തം എന്ന് പറഞ്ഞാൽ ആ ഈശ്വരൻ ഉള്ളിലുള്ള ആ സ്വത്ത്, അതാണ് ആ സ്ഥാനമാണ് സ്വസ്ഥം എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് ഇരിക്കണം. സ്വത്തിലിരിക്കുന്നവൻ എന്നാണ് അർത്ഥം. സ്വത്തിലിരിക്കണമെന്ന് പറഞ്ഞാൽ അയാൾക്ക് എല്ലാം ഒരുപോലെയാണ്, സ്വത്തിലിരിക്കണവനാണ്. സമദുഃഖ സുഖസ്വസ്ഥ സമലോഷ്ടാശ്മ കാഞ്ചന. ലോഷ്ണം തടി, അസ്മം കല്ല്. അപ്പൊ സമലോഷ്ടാശ്മ കാഞ്ചന സ്വർണം. ഇത് 3ഉം ഒരുപോലെ കാണുന്നവനാണ്. ഇത് 3ലും അയാൾക്ക് പ്രത്യേക വ്യത്യാസമൊന്നുമില്ല. ഈ സ്വർണ്ണമായാലും മൺകട്ടയായാലും മരക്കട്ടയായാലും അയാൾക്ക് ഒരുപോലെയാണ്. അതിനകത്ത് വേറെ വ്യത്യാസമൊന്നുമില്ല. ഒരു മഹാത്മാവ് വലിയൊരു സാത്വികനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. ആ സാത്വികനായിട്ടുള്ള ഒരാള് അദ്ദേഹത്തിന് ഇങ്ങനെ ആളുകളെയൊക്കെ വിളിച്ചിട്ട് വലിയ പണക്കാരനാണ്. കുറെ ശിഷ്യന്മാരൊക്കെ ഉണ്ട്. സത്സംഗമൊക്കെ നടക്കും. ആ സത്സംഗം നടക്കുമ്പോൾ അദ്ദേഹം ഒരു പ്രാവശ്യം പറഞ്ഞു, എനിക്ക് നല്ലൊരു മഹാത്മാവിനെ കാണിച്ചു തരാൻ. അപ്പൊ നല്ലൊരു മഹാത്മാവിനെ കാണിക്കുമ്പോൾ ഒരു മഹാത്മാവിനെ കൊണ്ടുവന്നിട്ട് അദ്ദേഹം എനിക്ക് വൈരാഗ്യ ബുദ്ധി എന്നൊക്കെ പറഞ്ഞു തരാൻ പറ്റുമെന്ന് പറയും. അപ്പൊ അദ്ദേഹം എന്നിട്ട് എല്ലാവർക്കും ആഹാരമൊക്കെ കൊടുക്കും. ആഹാരം കൊടുക്കുമ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ അദ്ദേഹത്തിന് സ്വർണ്ണത്താലത്തിലാണ് കൊടുക്കുന്നത് ആഹാരം. ബാക്കി എല്ലാവർക്കും ഇലയിൽ കൊടുക്കും. അപ്പോൾ ഉടനെ അദ്ദേഹം പറയും, എനിക്ക് ഈ സ്വർണ്ണത്താലം വേണ്ട, എനിക്ക് എല്ലാവരും കഴിക്കണ പോലെ ഇലയിൽ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇലയിൽ കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഈ വൈരാഗ്യം, ഇതെന്താണ് ഈ വൈരാഗ്യം എന്ന് പറഞ്ഞുതരാൻ പറയുമ്പോൾ അദ്ദേഹം പറയും, അത് എനിക്ക് അതിനകത്ത് പറഞ്ഞുതരാൻ എനിക്ക് അതിനുള്ള കൂടുതൽ അറിവില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാൻ, ഒരു മഹാത്മാവ് ഇവിടെ ഉണ്ട്, ആ മഹാത്മാവിനെ ഞാൻ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയും. ആ പറഞ്ഞിട്ട് ഒരു മഹാത്മാവിനെ വിളിച്ചുകൊണ്ട് വരും. മഹാത്മാവിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് വേറെ മഹാത്മാവിനെ വിളിച്ചുകൊണ്ട് വന്ന് എല്ലാവരും ആഹാരം കഴിക്കും. ആഹാരം കഴിക്കുമ്പോൾ ഈ സ്വർണ്ണ താലത്തിൽ എല്ലാവർക്കും നേരത്തെ ചെയ്ത് പറഞ്ഞ സ്വർണ്ണ താലത്തിൽ ബാക്കിയുള്ളവർക്ക് ഇലയിലൊക്കെ കൊടുക്കും. ഇദ്ദേഹം ഈ ആഹാരമൊക്കെ കഴിച്ചിട്ട് ഈ എല്ലാവരും ഇല കളയുമ്പോൾ അദ്ദേഹം ആ സ്വർണ്ണ താലം കൊണ്ടുവന്ന് അതുപോലെ കളഞ്ഞിട്ട് കൈ കഴുകിയിട്ട് വരും. അപ്പൊ അതാണ് പ്രത്യേകത. അപ്പൊ അത് സമലോഷ്ടാശ്മ കാഞ്ചന എന്ന് പറയുന്നതിന് ഒരു ഉദാഹരണം അതാണ്. അപ്പൊ അങ്ങനെ ഈ ആ ഗുണാതീത അവസ്ഥയിലെത്തിയ ഒരാള് ആ അവസ്ഥയിലാണ് സ്വർണ്ണമായാലും മരക്കട്ടായാലും മണ്ണായാലും എല്ലാം അദ്ദേഹത്തിന് ഒരുപോലെ തന്നെ, അതിൽ വ്യത്യാസമൊന്നുമില്ല. അതിനകത്ത് സമലോഷ്ടാശ്മ കാഞ്ചന എന്ന് പറയുന്നത് രണ്ടിലും ഒന്നിലും അദ്ദേഹം ഭ്രമിക്കില്ല. സ്വർണ്ണത്തിന് കൂടുതൽ ഭ്രമമില്ല. എല്ലാം ഒരുപോലെ തന്നെ അയാൾ കണക്കാക്കാം. അതിന്റെ ഒരു ചെറിയ ഉദാഹരണമാണ് ഇപ്പം ഈ പറഞ്ഞത്. അപ്പം സുഖവും ദുഃഖവും എന്ന് പറയുന്നത്, ഈ സുഖവും ദുഃഖവും എന്ന് പറയുന്ന 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് അതിൽ ഈ ഡിഗ്രിയിലുള്ള ഒരു വ്യത്യാസമാണ്. അല്ലാതെ ഇത് രണ്ട് വലിയ എക്സ്ട്രീം 2 കാര്യങ്ങളൊന്നുമല്ല. ഈ 2 ഇതായിട്ട് പറയണമെങ്കിലും ഈ ആ ഒരു ഡിഗ്രി അതിലുള്ള ഒരു വ്യത്യാസം മാത്രമേ ഇതിലുള്ളൂ. അപ്പൊ അതില് ഈ ജ്ഞാനിയുടെ സുഖത്തിലും ഇരിക്കില്ല, ദുഃഖത്തിലും ഇരിക്കില്ല. ഇത് രണ്ടും അവർക്ക് ബാധമല്ല. സ്വസ്ഥമായിട്ട് അവര് ആ സ്വത്തിൽ ഉള്ളിലിരിക്കുന്ന ആ വസ്തുവിൽ ഉറച്ച് നിൽക്കും. അതാണ് ആ നിൽക്കുന്നതാണ് സ്വസ്ഥൻ എന്ന് പറയുന്നത്. ഇതിലിരിക്കുന്നവരാണ്. അപ്പൊ സൗദുഃഖ സ്വസ്ഥ സമവർഷപാർജ്ഞാനം ഇതിന്റെ ലക്ഷണമാണ്. ഈ ഗുണാതീതന്റെ നടപടികളാണ്. ഇത് രണ്ടിലും എല്ലാം ഒരേപോലെ തന്നെ ആയിരിക്കും.
മാന അപമാനയോ തുല്യസ്തുല്യോ മിത്രാരക്ഷയോ സർവാർഗവത്യാഗി ഗുണാദിയസ് വെച്ചത്. മാന അപമാനങ്ങളിൽ ഇതുപോലെ മാനമായാലും അപമാനങ്ങളിലായാലും അയാൾക്ക് തുല്യമായിട്ടുള്ള ഇതാണ്. നേരത്തെ ഇത് പറഞ്ഞതിന്റെ മറ്റൊരു രീതിയിലുള്ള ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ദ്വന്ദ്ഭാവത്തില് അത് അയാളെ മാനിച്ചാലും ഒന്നുമില്ല, അവമാനിച്ചാലും അത് രണ്ടും അയാൾ ഒരുപോലെ തന്നെ, ഒരേപോലെ തന്നെ. മാനിച്ചാലും വരില്ല, അപമാനവും തുല്യ, രണ്ടും ഒരുപോലെ തന്നെ തുല്യ. മിത്രാരക്ഷയോ അയാൾക്ക് മിത്രവും ശത്രുവും എന്ന് പറഞ്ഞാൽ രണ്ട് പ്രശ്നമൊന്നുമില്ല. മിത്രമായാലും ശത്രു ആയാലും അയാൾ ഒരുപോലെ കരുതും, രണ്ടും ഒരുപോലെ തന്നെ. സർവ്വ ആനന്ദപരിക്കാതെ പുതിയതായിട്ട് ഒന്നും അയാൾ പുനരാരംഭിക്കുക, ഒന്നും പുതിയ സംരംഭങ്ങളൊന്നും അയാൾ ഒരു കാര്യവും പുതിയതായിട്ട് അയാൾ തുടങ്ങില്ല. അതിനൊന്നും കൂട്ടാക്കാത്ത ഒരാൾ, അയാളാണ് ഗുണാതീത സൗഖ്യതയെ, അയാളെ ഗുണാതീതനെന്ന് പറയും. ഇതാണ് ഈ രണ്ട് ശ്ലോകങ്ങളിലും പറഞ്ഞിരിക്കണം. അത് നമുക്ക് മനസ്സിലാവുന്ന ഭാഷ തന്നെയാണ്. ഇതിനകത്ത് വലിയ വ്യാഖ്യാനമൊന്നുമില്ല. ദുഃഖസുഖങ്ങളെ സ്വാഭാവികയോട് കാണുക, സ്വസ്ഥനായിട്ടിരിക്കുക. സ്വസ്ഥമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനിൽ ഉറച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ സ്ഥാനത്തിരിക്കുക. അതുപോലെ തന്നെ സമലോഷ്ടാത്മകാഞ്ചനം, മൺകെട്ടായാലും തടിയായാലും സ്വർണ്ണമായാലും ഒരേ ഭാവനയിൽ കാണുക. പ്രിയം ആയാലും അപ്രിയമായാലും ഒരുപോലെ തുല്യമായിട്ട് കാണുക. ധീരൻ ആരാണ് ധീരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവില് ലഭിക്കണവരാണ് ധീരൻ. ധീ എന്ന് പറഞ്ഞാൽ ആത്മാവെന്നുള്ള ശബ്ദം, ധീക്കിന്റെ അർത്ഥം ധീ, ആത്മാവ്. അപ്പൊ ധീരൻ എന്ന് പറഞ്ഞാൽ ആത്മാവിൽ ലഭിക്കുന്നവൻ എന്നുള്ള അർത്ഥമാണ്. ധീരനായിരിക്കണം ആത്മാവിന്റെ. അപ്പൊ ധീരനായിരിക്കുന്ന ആള്, ധീരനായിരിക്കണം. തുല്യ ആത്മാവ് സംസ്തുതി, നമ്മുടെ നിന്ദയായാലും സ്തുതിയായാലും ഒരുപോലെ തുല്യമായിട്ട് കാണുന്നവൻ. അപമാനങ്ങളിൽ തുല്യമായിട്ട് കാണുന്നവനും. മിത്രം ശത്രുവായാലും മിത്രമായാലും ഒരേപോലെ കാണുന്നവൻ. അതുപോലെ ഒരു പുതിയ സംരംഭങ്ങളും തുടങ്ങാതിരിക്കുവാൻ അവനെ ഗുണാതീതനെന്ന് വിളിക്കും എന്നാണ് ഭഗവത്ഗീത പറയുന്നത്. അടുത്ത ശ്ലോകത്തില് മാംഛയോ അവ്യഭിചാരേണ ഭക്തിയോഗേന സേവകേ സഗുണാൻ സമിതിത്തേതാൻ ബ്രഹ്മഭൂയായ കൽപ്പതി. ഇനി കുറച്ചുകൂടി മോളോട്ട് വരെയാണ് ഈ അടുത്ത ശ്ലോകത്തില് മാംഛയോ അവ്യഭിചാരേണ. അവ്യഭിചാരിണി ഭക്തി എന്ന് പറയുന്ന ഒരു ഭക്തിയുടെ ഒരു സ്വരൂപമാണ് ഭക്തി. ദൃഗ്യാനുഭക്തി അത് ബ്രഹ്മലയത്തിന് ആസ്തമാണ് ദൃഗ്യാനുഭക്തി എന്ന് പറയും. അങ്ങനെ ഈ വ്യഭിചാരിണി ഭക്തിക്കും അവ്യഭിചാരിണി ഭക്തി എന്ന് പറഞ്ഞിട്ട് ഈ 18-ാധ്യായത്തില് ഈ പരാഭക്തി എന്ന് പറയുന്നത് തന്നെയാണ് അവ്യഭിചാരിണി ഭക്തി എന്നാണ് പരാഭക്തി. 18 ബ്രഹ്മഭൂത പ്രസന്നാൻ അശോചിതന കാംക്ഷതി 18-ാം അധ്യായത്തിലെ ഒരു ശ്ലോകമാണ്. സമസർവേഷു ഭൂതേഷു എന്താണ് മദ്ഭക്തി ലഭതേ പരാം എന്ന് പറഞ്ഞിട്ട് 18-ാം അധ്യായത്തിൽ ഒരു ശ്ലോകമാണ്. 18-ാം അധ്യായത്തിൽ അതിലെ പരാഭക്തി എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടെ അവ്യഭിചാരിണി ഭക്തി. വ്യഭിചാരിണി ഭാഗവത്തിലെ വിചാരിണി പിങ്കളയുടെ ഒരു കഥയുണ്ട്. പിങ്കള എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ മഹാഭാരതത്തിൽ പറയുന്നത്. ഈ പിങ്കള ഈ പറഞ്ഞതുപോലെ പിങ്കള ഈ ഓരോ ദിവസവും ഓരോരുത്തരെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിക്കുന്ന ഒരു സമയത്ത് ആരും വരാത്ത ഒരു ദിവസം പിങ്കള അങ്ങനെ ആദ്യം ആലോചിക്കുകയാണ്. വിചാരിക്കുക എന്നുള്ള നിലയിലോട്ട് പറയുമ്പോഴാണ് അവർക്ക് പൂർണ്ണമായിട്ടും അവരെ ബോധത്തിലോട്ട് വരുന്നത് ഉള്ളിൽ ഒരാളിരിക്കുകയാണ്. ഇനി ഞാൻ വേറൊരാളെ ഞാൻ തേടി കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ആ ആളിന് ആ വൈരാഗ്യം ഉള്ളിലോട്ട് വരുമ്പോൾ അവർ ആ ഉള്ളിലുള്ള ഒരാളിനെ അവരെ പൂർണ്ണമായിട്ടും വിചാരിക്കും. ഈ ആളെ കണ്ടുകൊണ്ടാണ് ഞാൻ ഇനി ഓരോ ദിവസവും ഓരോരുത്തരെയും കാത്തിരിക്കണമെന്ന് പറഞ്ഞിട്ട് അവർ പൂർണ്ണമായിട്ടും ഭഗവത് സാക്ഷാത്കാരത്തിലോട്ട് വരുന്ന ഒരു കഥാഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട് പിങ്കള. അപ്പൊ അതാണ് വ്യഭിചാരിണി ഭക്തി. അവ്യഭിചാരിണി ഭക്തിയിലോട്ട് അവർ വരുന്ന ലക്ഷ്യമാണ് അവ്യഭിചാരിണി ഭക്തി എന്ന് പറയുന്ന രൂപത്തിലോട്ട് അത് വരണതാണ്. ഇത് നമ്മളെ ഈ നിർവ്യാജ ഭക്തി എന്നൊക്കെ പറയും. അതാണ് അനന്യ ഭക്തി എന്നൊക്കെ പറയുന്നതാണ് ഈ വ്യഭിചാരിണി അവ്യഭിചാരിണി ഭക്തി എന്ന് പറയുന്നത്. ഉപാധിരഹിതമായ ഭക്തിയാണ് അവ്യഭിചാരിണി ഭക്തി എന്ന് പറഞ്ഞാൽ. അവ്യഭിചാരേണ അവ്യഭിചാരേണ അന്യഭാവം ഇല്ലാത്ത ഒരു ഒറ്റ ഭാവം മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ പരമാത്മാവാണെന്ന് ഒറ്റ ഭാവം മാത്രമേ. അതിനെ അന്വേഷിച്ച് നടക്കേണ്ട കാര്യം. വിചാരിക്കുമ്പോൾ നിങ്ങൾ ആ ഏത് ദേവനെയാണ് ഉപാസിക്കണമെന്ന് പറയുമ്പോൾ ഞാനിന്ന് കൃഷ്ണനെയാണ് ഉപാസിക്കണമെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഒരു 4-5 വർഷം കഴിയുമ്പോൾ ഞാൻ പറയും ഞാൻ ശിവനെയാണ് ഉപാസിക്കണമെന്ന് പറയും. അത് ഒരു വിചാരിണി ഭക്തിയാണ്. ഏത് ഒന്നിൽ ദൃഢതയില്ല. അതിൽ നിന്ന് ഇന്ന നേട്ടം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതിലോട്ട് പോകും. വേറൊന്നിനെ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നിലോട്ട് പോകും. അത് ഒരു വ്യഭിചാരിണി ഭക്തിയുടെ ലക്ഷണമാണ്. അപ്പൊ ഓരോ പ്രാവശ്യവും ഓരോ ദൈവത്തിലുള്ള പുറകെ പോകും. അവ്യഭിചാരിണി ഭക്തി ഏകമായിട്ടുള്ള ആ വസ്തുവിനെ മാത്രം ആ ഏകമായ പരമാത്മാ
ദർശിച്ചുകൊണ്ട് അതിൽ മാത്രം ഭക്തിയായിട്ടിരിക്കുന്നതാണ് അവ്യഭിചാരിണി ഭക്തി. ആ ഒരു വേറൊരിടത്തോട്ട് കടന്നു പോകില്ല ആ വ്യഭിചാരിണി ഭക്തി എന്ന് പറഞ്ഞാൽ. അത് നമ്മുടെ പരാഭക്തി എന്ന് പറയുന്നതാണ്. ഇതിൻ്റെ വേറൊക്കെ പറഞ്ഞാൽ പരാഭക്തി എന്ന് തന്നെയാണ് ഇതിനെ പറയുന്നത്. മറ്റേ പരാഭക്തി എന്ന് പറയാം, പരാഭക്തിയാണിത്. അനന്യഭക്തി എന്നൊക്കെ പറയുന്നതാണ് ഈ അവ്യഭിചാരിണി ഭക്തി എന്ന് പറയുന്ന വാക്കുകൊണ്ട് അയക്കുന്നത്. അടുത്ത ലാസ്റ്റ് ശ്ലോകം. ബ്രഹ്മണോഹി പ്രതിഷ്ഠാകം അമൃതസ്യാവയസ്യ ശാശ്വതസ്യ ധർമ്മസ്യ സുഖസ്യൈകാന്ത്യ കസ്യജ എന്ന് പറയുന്ന അവസാനത്തെ ശ്ലോകമാണ് ഇത്. അത് ആദ്യം ഭഗവാന് ഫസ്റ്റ് ശ്ലോകം ആരംഭിക്കുമ്പോഴാണ് ഭഗവാൻ നമ്മളെ ഈ നമ്മുടെ ആദ്യത്തെ മൂന്നാമത്തെ ശ്ലോകമാണ് നമ്മൾ ഭഗവാന്റെ ഒരു രൂപം നമ്മൾ മനസ്സിലാക്കി. ഭഗവാന്റെ രൂപത്തിനെ നമ്മൾ ആദ്യം നമ്മൾ തുടങ്ങിയപ്പോൾ മഹാഭൂതൻ അല്ല മൂന്നാമത്തെ ശ്ലോകം ഇല്ലേ? അതായത് ഭഗവാൻ ആദ്യത്തിലെ മൂന്നാമത്തെ ശ്ലോകം മഹദ്ബ്രഹ്മമായിട്ട് മൂന്നാമത്തെ ശ്ലോകത്തില് മഹദ്ബ്രഹ്മമായിട്ട് ഭഗവാൻ പറഞ്ഞിട്ട് ഇവിടെ രണ്ട് രീതിയിലുള്ള ഒരു പരബ്രഹ്മരൂപമായിട്ടാണ് ഈ അവസാനത്തെ ശ്ലോകത്തിലോട്ട് രണ്ട് രൂപമായിട്ടാണ് മഹദ്ബ്രഹ്മവും പരബ്രഹ്മമായിട്ടുള്ളത്. ആദ്യം പറഞ്ഞിരിക്കുന്നത് ഈ പരമാത്മാവ് അത് വിശ്വരൂപമാണ് ആദ്യം പറഞ്ഞത്. ഭഗവാന്റെ വിശ്വരൂപദർശനമാണ്. വിശ്വരൂപമായിട്ടാണ് ഈ അധ്യായം തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ വന്നപ്പോൾ പരബ്രഹ്മ നേരത്തെ പറഞ്ഞത് പരമാത്മാവായിട്ട് ചിത്രീകരിച്ചു. രണ്ട് വ്യത്യസ്തമായിട്ടുള്ള രണ്ടും അടുത്തടുത്തിരിക്കുന്ന രണ്ടുമാണ്. ഒന്ന് വിശ്വരൂപമായിട്ട് ഭഗവാൻ ആദ്യത്തേല് ഞാൻ വിശ്വപ്രാണനാണെന്ന് പറഞ്ഞു. വിശ്വപ്രാണനായിട്ടായിരുന്നു ഞാൻ ബീജാദിയാവം ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. നാല് ശ്ലോകങ്ങളായിട്ട് അത് പറഞ്ഞു. അപ്പൊ ആ വിശ്വരൂപമായിട്ടുള്ള ഒരു ഭഗവാന് ഈ കഴിഞ്ഞ ഇതിൽ വന്നപ്പോൾ അത് പരമാത്മരൂപമായിട്ട് ഈ രണ്ട് തമ്മിൽ വ്യത്യാസമാണ്. രണ്ടും അടുത്തടുത്തിരിക്കുന്ന രണ്ട് രൂപങ്ങളാണ്. രണ്ട് ഭഗവാന്റെ രീതി തന്നെയാണ്. അത് വ്യത്യാസം. അതാണ് ഈ ശ്ലോകത്തിൽ കൊണ്ട് നിർത്തുമ്പോൾ പരമാത്മാവായിട്ട് അഹം നേരത്തെ നമ്മൾ വിശ്വരൂപൻ എന്ന് ഭഗവാൻ വെളിപ്പെടുത്തിയിരുന്നു. അപ്പോൾ അമൃതസ്യ ശുദ്ധചേതന സ്വരൂപം അഭ്യസ് ഒരിക്കലും ഒരു ഒഴിവില്ലാത്ത ശാശ്വതസ്യ ധർമ്മസ്യ സനാതനമായ പ്രപഞ്ചത്തെ ലക്ഷ്യമായ ഐകാന്തികസ്യ സുഖസ്യ കേവല സുഖസ്വരൂപനായ ബ്രഹ്മവസ്തുവാണ്. പ്രതിഷ്ഠ അഹം ബ്രാഹ്മണ പ്രതിഷ്ഠ, ഞാൻ ബ്രഹ്മത്തിന്റെ പ്രതിഷ്ഠയാണെന്നുള്ളതാണ് അവസാന ഭാഗം കൊണ്ട് നിർത്തുന്നത്. ബ്രഹ്മണോഹി പ്രതിഷ്ഠ, ഞാൻ ബ്രഹ്മണ പ്രതിഷ്ഠയാണ്. ഞാൻ നേരിട്ട് തന്നെ ഇത് ബ്രഹ്മണ പ്രതിഷ്ഠ എന്ന്, ഞാൻ ബ്രഹ്മത്തിന്റെ പ്രതിഷ്ഠയാണ്. ശാശ്വതമായ മോക്ഷത്തിന്റെ നിദാനമാണ് ഞാനെന്നാണ്. ബ്രഹ്മണ പ്രതിഷ്ഠ എന്നാണ് ശാശ്വതമായ ഈ മോക്ഷത്തിന്റെ നിദാനവും ഞാൻ തന്നെ എന്നുള്ളതാണ്. ഭഗവാനാണ് ശാശ്വതമായ സത്യം. ഭഗവാനാണ് എല്ലാ ജീവജാലങ്ങളിലും നിറഞ്ഞു നിർത്തുന്നത്. അവരെ മാർഗവും ലക്ഷ്യവും എന്ന് പറയുന്നത് ഞാനാണ്, ഈശ്വരൻ തന്നെ. ആ നിർഗുണഭക്തനായാലും നിർഗുണഭക്തന്റെ പരമ ആശ്രയസ്ഥാനവും ഞാൻ തന്നെ ആണ് എന്ന് ഭഗവാൻ ഇതില് പറയണം. ഇത് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ത്രിഗുണരഹിതമായിട്ടുള്ള ഒരു മനസ്സാണ് ആവശ്യം. ഈ ത്രിഗുണരഹിതമായ മനസ്സുകൊണ്ട് മാത്രമേ ഈ ബ്രഹ്മനിഷ്ഠനായിട്ടുള്ള എന്നെ പ്രാപിക്കാൻ പറ്റും. ആ ത്രിഗുണരഹിതമായിട്ടുള്ള മനസ്സാണ്. അതിനെയാണ് അഹം അല്ലെങ്കിൽ ബ്രഹ്മം എന്ന് പറയുന്ന വസ്തു. അഹം എന്ന് പറഞ്ഞ് നമ്മൾ അറിയിക്കണം. ഞാൻ എന്ന് പറയുന്ന വസ്തു, ഞാൻ എന്ന് പറയുന്ന അഹം ബോധം, അത് ഈ ബ്രഹ്മവസ്തുവാണ്. അത് അറിയണമെന്നുണ്ടെങ്കിൽ അതാണ് ശാശ്വത സത്യം. അത് ഈ പറഞ്ഞ പോലെ നിർഗുണം ആയിട്ടുള്ള ആളുകളിലായാലും സഗുണമായിട്ട് ഏത് ഉപാസന ചെയ്താലും ആ ഒരു സാക്ഷാത്കാരത്തിലോട്ടാണ് നമ്മൾ എത്തുന്നത്. നമ്മൾ ഈ നേരത്തെ നമ്മുടെ പറഞ്ഞു ഈ അധ്യായം തുടങ്ങുന്ന മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞു, ഈ അധ്യായം തുടങ്ങണമെന്ന് അപജാനത്തി മുമ്പോട നാമാനുഷ്യത്തിന ഒരു മനുഷ്യഭാവത്തിൽ
എന്നെ കാണരുത്, കുറച്ചുകൂടി അപ്പുറത്തോട്ടായിട്ട് ആ ബ്രഹ്മസ്വരൂപമായിട്ടുള്ള ബ്രഹ്മവസ്തുവായിട്ടാണ് എന്നെ കാണേണ്ടത്. ആ ബ്രഹ്മവസ്തു എന്ന് പറയുന്നത് നിത്യശുദ്ധവും നിത്യബുദ്ധമായിട്ട് എല്ലാവരെയും ഉള്ളിൽ തന്നെ ഇത് നിറഞ്ഞിരിക്കുന്നു, എല്ലാവരുടെയും ഉള്ളിൽ തന്നെ ഉണ്ട്. അതിനെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ദേഹചിന്ത വിട്ടിട്ട് അതിനെ അറിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. ആ ദേഹത്തിൽ ഈ പ്രകൃതി കൊണ്ട്, പ്രകൃതിയുടെ മായ കൊണ്ട് 3 ഗുണങ്ങൾ അതിനെ നമ്മൾ മറച്ചു നിർത്തിയിരിക്കുകയാണ്. ആ 3 ഗുണങ്ങളെയും നമ്മൾ അതിൻ്റെ ദൂഷ്യവശങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ ഈ അധ്യായത്തിൽ മനസ്സിലാക്കി. ഈ അധ്യായത്തിലെ ആ ദൂഷ്യവശങ്ങൾ 3 ഗുണങ്ങളുടെയും ദൂഷ്യവശങ്ങളെ മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് നമ്മൾ മുകളിലോട്ട് ഉയർന്നു കഴിഞ്ഞാൽ നമ്മൾ ബ്രഹ്മത്തിൽ തന്നെ പ്രാപിക്കും. അത് പറഞ്ഞാൽ ആ അഹങ്കാരം വിട്ടിട്ട് അഹംബോധമായിട്ടുള്ള നമ്മളെ ആ ബോധസ്വരൂപമായിട്ടുള്ള ഭഗവാനിൽ തന്നെ നമ്മൾ എത്തിക്കാൻ കഴിയും. അതുപോലെ ഈ 4 പ്രമാണങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ബ്രഹ്മവസ്തുവിൽ ചെന്നെത്തിക്കും. ആ ബ്രഹ്മവസ്തു എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ആവരണം കൊണ്ട് നമ്മൾ എല്ലാവരെയും മറച്ചിരിക്കുകയാണ്. ആ ആവരണങ്ങളുടെ ചട്ട നീക്കിയിട്ട് അതിൻ്റെ ഒരു മൂടുപടലമായിട്ട് ഒരു വിളക്കിൻ്റെ മുമ്പ് മൂടുപടലം എങ്ങനെയാണ് മൂടുപടലം വെച്ചിട്ട് കട്ടിയുള്ളത് വെച്ച് കഴിഞ്ഞാൽ ആ വിളക്കിനെ ഒട്ടും കാണാൻ പറ്റില്ല. കുറച്ചുകൂടെ കട്ടി കുറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കുറച്ച് കാണാം. അത് ട്രാൻസ്പെയറൻ്റ് ആയിട്ടുള്ള സാധനം വെച്ച് കഴിഞ്ഞാൽ വിളക്കിനെ പൂർണ്ണമായിട്ടും കാണാം. അങ്ങനെ അത് സത്വഗുണമാണ് ട്രാൻസ്പെയറൻ്റ് ആയിട്ടുള്ള വസ്തു. കുറച്ച് കട്ടി കുറഞ്ഞതാണ് രജോ ഗുണം. മൂന്നാമത് ഒട്ടും കാണാൻ പറ്റാത്തത് താമസ ഗുണം. അങ്ങനെയുള്ള 3 പടലങ്ങളുണ്ട്, 3 പടലങ്ങളുണ്ട്. ഒരു വിളക്കിനെ എങ്ങനെയാണോ മറച്ചു വെച്ചിരിക്കുന്നത് അതുപോലെ ഒരു സാധകനെ ഇതിൽ ചെന്നെത്താൻ ആ വിളക്കിനെ ചെന്ന് അതിൻ്റെ പ്രകാശം ദർശിക്കണമെന്നുണ്ടെങ്കിൽ ഇത് 3നെയും നമ്മൾ തരണം ചെയ്യും. അതാണ് ഗുണാതീത അവസ്ഥ എന്ന് പറയുന്നത്. ആ ഗുണാതീത അവസ്ഥ എന്ന് പറയുന്നത് ഭക്തന്റെ ലക്ഷണമാണ്. ആ ഗുണാതീത അവസ്ഥ ബ്രഹ്മത്തിന്റെ രൂപമാണ്. ബ്രഹ്മം തന്നെയാണ് നമ്മുടെ ഉള്ളിലൊക്കെ ഇരിക്കുന്ന വസ്തു. ആ അഹം എന്ന് പറയുന്ന വസ്തു ഞാൻ കണ്ണടച്ച് നേരത്തെ പറഞ്ഞതുപോലെ വിപുലായ മഹർഷി ഭാഗവതത്തിൽ പറയും ഓരോ വിചാരങ്ങളുടെ ഇടയിലും നമ്മളെ തള്ളി നിൽക്കണം. ഓരോ വിചാരങ്ങളുടെ ഇടയിൽ ഓരോന്നിന്റെ ഇടയിൽ നമുക്ക് ആ ഞാനെന്ന് പറയുന്ന ബോധം നമ്മുടെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ബോധവസ്തു ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കും. ഓരോ പ്രാവശ്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ബോധവസ്തു എന്ന് പറഞ്ഞാൽ ഞാനെന്ന് പറയുന്ന വസ്തുവിനെ നമ്മൾ സാക്ഷാൽ ആ പരബ്രഹ്മ വസ്തുവാണെന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിക്കൊണ്ട് ആ ബ്രഹ്മവസ്തുവാണ് എന്ന് അഹം എന്ന് പറഞ്ഞ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഓരോ പ്രാവശ്യം നമ്മുടെ ചിന്തകളിലും വന്നുകൊണ്ടിരിക്കുന്ന വസ്തു എന്ന് പറയുന്നത് ആ വസ്തുവാണ്, പരമാത്മ സ്വരൂപമാണ്, പരമാത്മാവായിട്ടുള്ള ആത്മവസ്തുവാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ആത്മാവിനെ നമ്മൾ പൂർണ്ണമായിട്ടും ആ ആത്മാവിനെ നമ്മളെ കണ്ടെത്താനുള്ള ശ്രമം. അത് നിത്യശുദ്ധമാണ്, നിത്യബുദ്ധമാണ്, നമുക്ക് എപ്പോഴും വേണമെങ്കിലും പ്രാപിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇത് പ്രാപിച്ചാൽ മാത്രമേ ഒരു ജീവൻ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് ആ ബ്രഹ്മസ്ഥാനം അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ എത്തുന്നതിനുള്ള പടിയാണ്. അതിന് മറയ്ക്കുന്ന വസ്തുക്കളാണ് ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ ഒരാൾക്ക് പൂർണ്ണമായും ആ ബ്രഹ്മപദത്തിലോട്ട് എത്താൻ അല്ലെങ്കിൽ ഈശ്വരനോട്ട് എത്താൻ അല്ലെങ്കിൽ മോക്ഷത്തിലോട്ട് എത്താൻ പാടിക്കുന്നത് ഏത് വാക്കുകളാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ആ പരമപദത്തിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ഈ 3 ഗുണങ്ങളെയും നമ്മൾ തരണം ചെയ്യണം. 3 ഗുണങ്ങളെയും തരണം ചെയ്തിട്ട് ആ ഭഗവാനിലോട്ട് നമ്മൾ പ്രാപിക്കാൻ നമുക്ക് സാധിക്കും. ഭഗവാന്റെ ഉള്ളിൽ അടുത്ത് സാധിക്കാൻ പറ്റും. ആദ്യത്തെ വാക്ക് പറഞ്ഞ ആദ്യത്തെ ഫസ്റ്റ് ശ്ലോകം പറഞ്ഞ പോലെ തന്നെ പരാം സിദ്ധി യോഗ്യത എന്ന് പറഞ്ഞ് ഫസ്റ്റ് ശ്ലോകം പറഞ്ഞ തന്നെ ആ പരമായ സിദ്ധിയിൽ അല്ലെങ്കിൽ പരമായ പദത്തിൽ നമുക്ക് പ്രാപിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് എന്തെങ്കിലും തെറ്റുകുറ്റമുണ്ടെങ്കിൽ ക്ഷമിക്കുക. പണ്ഡിതന്മാരാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാനാണെങ്കിൽ ആദ്യത്തെ സംരംഭമാണ്, അതുകൊണ്ട് ഇതിൽ ഒരുപാട് തെറ്റുകളൊക്കെ വന്നിരിക്കാം. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ആദ്യത്തെ ഒരു ആദ്യമായിട്ടൊന്നും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയതേ ഉള്ളൂ. അപ്പോൾ സുധാകരൻ സാറിനെ രാവിലെ തന്നെ പറഞ്ഞു, സാറേ ഒരുപാട് കാര്യങ്ങളൊക്കെ തെറ്റുകളും കാര്യങ്ങളും കുറവുകളൊക്കെ വരും, അതുകൊണ്ട് അപ്പോൾ സാറ് പറഞ്ഞ് അത് ഞാൻ നോക്കിക്കോളാം, ഞാൻ ചോദിച്ചോളാം ആരെന്തെങ്കിലും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ അതുകൊണ്ട് പൂർണ്ണമായും സാറിൻ്റെ അനുഗ്രഹം കിട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഗുരുനാഥൻ്റെ ഇത്രയും പറഞ്ഞിട്ട് എന്തെങ്കിലും എൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഗുരുനാഥൻ്റെ കടാക്ഷം കൊണ്ട് മാത്രം വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഗുരുദേവനുമായിട്ട് ചെറിയ പ്രായത്തിൽ തന്നെ കൂടി കാണാൻ സാധിക്കുകയും ഒരു 10-20 വയസ്സിനുള്ളിൽ ഗുരുനാഥൻ്റെ വായിൽ നിന്ന് തന്നെ ഈ ഭഗവത്ഗീത കേൾക്കാനും സഹസ്രനാമമൊക്കെ കേൾക്കാനും അതൊരു 20 വയസ്സിൽ ഇതിനെ ഒന്ന് ഹൃദയസ്ഥമാക്കാനും ഇതിൻ്റെ ശ്ലോകങ്ങൾ ഹൃദയസ്ഥമാക്കാനും സാധിച്ചുവെങ്കിൽ ഇതിൻ്റെ അർത്ഥത്വ വ്യാപ്തിയിലോട്ടൊന്നും ഇതുവരെ കടന്നിട്ടില്ല. ആദ്യമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതിനൊരു ആദ്യ സമയമാണ്. അതല്ല ഇത് മുന്നോട്ട് പോയത് അങ്ങനെ നടത്തിക്കൊണ്ടുപോകാനുള്ള ഒരു പരിപാടിയൊന്നും ഇല്ല. എന്നാലും ആദ്യമായിട്ടൊരു കാര്യം നമ്മൾ ചെയ്തതേ ഉള്ളൂ. അതുകൊണ്ട് ഒരുപാട് ആദ്യത്തെ ഒരു സംരംഭം
മാറ്റപ്പോൾ എന്നുള്ള ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളൊക്കെ വന്നിരിക്കും. അപ്പോൾ അത് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ദയവ് ക്ഷമിക്കുക. അതിനെ ഗുരുക്കന്മാരെ തിരുത്താൻ ഇപ്പം കേശവനാഥാനെ പോലെയുള്ള മഹാത്മാക്കളോട് വന്നിരിപ്പുണ്ട്. അത് തിരുത്താൻ ശ്രമിക്കുക. എന്തെങ്കിലും തെറ്റുകളായി പിഴവുകളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ദയവ് ക്ഷമിക്കുക എന്ന് ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇത് കേട്ടിരുന്ന എല്ലാവർക്കും ഒന്നുകൂടി ഗുരുനാഥന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാ ആഭാഗങ്ങളും സമർപ്പിക്കുന്നു. അയ്യോ ഗുരുനാഥന്റെ അനുഗ്രഹങ്ങളുണ്ട്. ഗുരുനാഥന്റെ പരിപൂർണമായ അനുഗ്രഹം കിട്ടിയതുകൊണ്ട് ഭഗവത്ഗീതയുടെ കുട്ടിക്കാലത്ത് തന്നെ കാണാൻ പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ചതിലൂടെ തന്നെ അദ്ദേഹത്തിന് പറയുന്നതിലും അതുപോലെ മഹത്വത്തോടെ പറയാൻ സാധിക്കും. ത്രിഗുണങ്ങളെ കുറിച്ച് അദ്ദേഹം ഇവിടെ പറഞ്ഞു. ഈ സാത്വികം, രാജസം, താമസം. ഈ താമസക്കാർക്ക് പതുക്കെ രാജസത്തിലേക്കും അത് കഴിഞ്ഞ് സാത്വികത്തിലേക്കും പുരോഗമിക്കാം എന്നുള്ളതിന് രാമകൃഷ്ണദേവന്റെ ഒരു ഉദാഹരണമുണ്ട്. നരേന്ദ്രൻ എന്ന് പറയുന്ന അതിബുദ്ധിമാനായ ഒരു ശിഷ്യനുണ്ടായി. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒന്നും പഠിക്കാത്ത, ഒരക്ഷരം പോലും പഠിക്കാത്ത ഒരു ആദിവാസിയായ ഒരു ശിഷ്യനും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ ആദിവാസിയായ അദ്ദേഹം ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷേ രാമകൃഷ്ണദേവൻ പാല് കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു അദ്ദേഹം നിർവികൽപ്പ സമാധിയിൽ ഇരിക്കുമ്പോൾ പാല് കൊണ്ടുവന്ന് ശാരദാദേവി അടുത്ത് വെക്കും. ഇദ്ദേഹം കണ്ണ് തുറക്കുമ്പോൾ പാല് ശകല കുടിച്ചു കൊടുക്കും. പക്ഷെ ഉടൻ തന്നെ നിർവികൽപ്പ സമാധിയില്ല. അപ്പൊ ഈ പാല് മഹേന്ദ്രനാഥ ചന്ദ്രബോസിന്റെ അവിടെ കൊണ്ട് ഈ പാലിന്റെ പാത്രം കൊണ്ടുപോകാൻ വേണ്ടി അവിടെ സ്ത്രീ വന്നിട്ടുണ്ട്. എപ്പോ ഈ പാല് കുടിച്ചിരിക്കുന്നു അപ്പൊ ആ പാത്രം കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇദ്ദേഹം നിൽക്കുന്നത്. അത് കഴിഞ്ഞ് അപ്പൊ രാമകൃഷ്ണൻ ഇരിക്കുന്നത് സമാധിച്ചിരിക്കുന്നു. ഇങ്ങനെ നോക്കിയിരിക്കും. ഞാൻ ആദിവാസി പയ്യനാണ്. അയാൾ വന്ന് അവിടെ കൂലി വേലയ്ക്ക് നിൽക്കുക. അങ്ങനെ രാമകൃഷ്ണൻ കുടിച്ച് തീരുമ്പോഴേ പാത്രം തോന്നും. ഒരു 2 മാസം കഴിയുന്ന രാമകൃഷ്ണൻ ഈ കൊച്ചൻ നല്ല വെയിലത്ത് നിൽക്കുകയാണ്. ഇയാളെ അടുത്ത് വിളിച്ചു. എന്താണ് ഇങ്ങനെ നിൽക്കുന്നത്? ഇപ്പൊ രാമകൃഷ്ണനെ നോക്കി നിൽക്കുകയാണ് ഈ മുഖത്ത്. നിർവികൽപ്പ സമാധിയിൽ ഇരിക്കുന്ന രാമകൃഷ്ണൻ. അപ്പൊ അടുത്ത് വിളിച്ചപ്പോ പറഞ്ഞു, ഞാൻ ഈ പാത്രം എടുത്തുകൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുകയാണ്. രാമകൃഷ്ണന് അത്ഭുതം തോന്നി. അടുത്ത് വിളിച്ച് ആലിംഗനം ചെയ്ത കുഞ്ഞ്, നീ എത്ര നല്ലവനാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് രാമകൃഷ്ണദേവന്റെ ഇത് കഴിഞ്ഞ് സമാധി കഴിഞ്ഞ് വിവേകാനന്ദൻ അമേരിക്കയിൽ പോയി ലോകാരാധ്യനായിട്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഈ കൂടെയുള്ള ശിഷ്യന്മാരെ എവിടെയാണെന്ന് ഒരു നിശ്ചയമില്ല. അവരുടെ ഇഷ്ടം പോലെ പോയി കഴിഞ്ഞു. അപ്പൊ ഈ കൊച്ചനെ ഗംഗാതീരത്തിൽ എന്ന് രാമകൃഷ്ണൻ ചെയ്യുന്ന പോലെ ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വിവേകാനന്ദൻ ഇന്നടത്ത് ഇരിക്കൊണ്ട് നടത്തി വിളിച്ചോണ്ട് വന്നു. വിവേകാനന്ദൻ പറഞ്ഞാൽ അനുസരിക്കില്ല. കാരണം ഇദ്ദേഹം മഹാനാണെന്ന് പറഞ്ഞു. അപ്പൊ കുറെ സായിപ്പന്മാർ വന്ന് സായിപ്പന്മാരുടെ അജണ്ട അതോറാവുക കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി. ആ കൂടെ ഈ കൊച്ചനും പോയി കഴിഞ്ഞ് വിവേകാനന്ദൻ ചൂണ്ടിക്കാണിക്കാൻ ഇത് ഈ നൂറ്റാണ്ടിലുള്ളതാണ്, ഇത് ആ നൂറ്റാണ്ടിലുള്ളതാണ്, പല നൂറ്റാണ്ടുകളിലായിട്ട് ഇവിടെ ഉണ്ടാക്കിയതാണ്. അത് കഴിഞ്ഞ് സായിപ്പന്മാരുടെ മുമ്പിൽ തന്നെ ഇദ്ദേഹം ചോദിച്ചു, നീ എങ്ങനെയാണ് നരേന്ദ്ര അറിയുന്നത്? ഇത് 16-ാം നൂറ്റാണ്ടാണ്, 15-ാം നൂറ്റാണ്ടാണ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, നിനക്കത് മനസ്സിലാവില്ല, അവർക്ക് മനസ്സിലാവും. അവൻ സായിപ്പന്മാർ പോയി കഴിഞ്ഞപ്പോ ഇദ്ദേഹം ചോദിച്ചു, നീ സായിപ്പന്മാരെയും വലിയവരെയും പഠിപ്പിക്കാനുണ്ടായതാണല്ലേ? പാവപ്പെട്ടവർക്ക് ഇവിടെ യാതൊരു കാര്യവും പഠിപ്പിക്കാൻ പറ്റില്ലേ? അപ്പൊ നരേന്ദ്രനോട് ഒപ്പം ഉത്സവമായിട്ടാണ് ചോദിച്ചു. നരേന്ദ്രൻ കരഞ്ഞു, കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഞാൻ പറഞ്ഞു തരാം, എൻ്റെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു തരാം. ഒരു ഈ കൊച്ചനാണ് അത്ഭുതാനന്ദ സ്വാമികൾ എന്ന് പറയുന്ന ആദിവാസി, ഒരക്ഷരവും പഠിച്ചിട്ടില്ല. പക്ഷെ അത്ഭുതാനന്ദ സ്വാമികളുടെ ആ ആത്മീയ ദർശനങ്ങൾ എന്ന് പറയുന്ന ഒരു വലിയ പുസ്തകം അതെ. അപ്പൊ ഇത് ഈ താമസത്തിൽ നിന്ന് രാജസത്തിലേക്ക് അത് കഴിഞ്ഞ് ആത്മജ്ഞാനിയായി മാറി. ഈ അത്ഭുതാനന്ദ സ്വാമി എന്നുള്ള പേര് വിവേകാനന്ദന് ഇട്ടതാണ്. കാരണം ഇവന്റെ വളർച്ച, ഇവന്റെ ബുദ്ധിയും. അപ്പൊ എന്തിനാണ് അങ്ങനെ കിട്ടുന്നതെന്ന് കൂടെ ഉള്ളവർ ചോദിച്ചപ്പോൾ ഇതിന്റെ കാര്യം അത്ഭുതമാണ്. അങ്ങനെ അത്ഭുതപ്പെടുത്തുന്ന ഒരു രീതി വളർന്നു. വിവേകാനന്ദന് പോലും നേർവഴി കാണിച്ചു കൊടുക്കുന്ന ഒരാളായിട്ട് ഈ അത്ഭുതാനന്ദ സ്വാമി വളർന്നു. അപ്പോ